ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. എങ്കിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും വില്ലനായിട്ട് വരുന്നത് മടി തന്നെയാണ്. ആ മടി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പഠിക്കാനായാലും ജോലി ചെയ്യാനായാലും അങ്ങനെ കൂടുതൽ സമയം വെറുതെ വേസ്റ്റ് ആയി പോകുന്നു. അപ്പോൾ ആ സമയം നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ മടി എന്ന് പറയുന്നതിന് കാരണം എന്താണ്? പ്രധാനമായിട്ടും വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ റീസൺ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പം നമുക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങളുണ്ട്. താല്പര്യമുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫോണിൽ എത്ര നേരം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നോക്കിക്കൊണ്ടിരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. അത് വേസ്റ്റ് ആവുന്നത് നമ്മൾ അറിയുന്ന പോലുമില്ല, അല്ലെ? ഒരുപാട് സമയം കഴിയുന്നത് അറിയുന്ന പോലുമില്ല. അതിന് നമ്മൾ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു സിനിമ കാണുവാണ്, നമ്മൾ ടൈം പോകുന്നതേ അറിയില്ല നല്ലൊരു മൂവിയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ആരും നിർബന്ധിക്കാണ്ട് ആരും മോട്ടിവേറ്റ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ പഠിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കാര്യമാണെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലേസ്നെസ് മാറി നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ഇത് ആവശ്യമാണ്, അല്ലേ? അപ്പൊ അത് പ്രധാന മടിക്ക് കാരണം താല്പര്യമില്ലായ്മയാണ്, അല്ലെ? താല്പര്യം അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ. അപ്പൊ എന്തിനോടാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, താല്പര്യമുള്ളത്, അത് ചെയ്യാനായിട്ട് നമുക്ക് അത്ര മടി തോന്നുകയില്ല. അതിനാരുടെയും മോട്ടിവേഷനും ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ മടി വരാൻ കാരണം നമുക്ക് പഠിത്തം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് മടി വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം വേറൊരു കാര്യം പറയാണ്. ഇപ്പം ഓക്കെ, ആരെങ്കിലും നമ്മളോട് പറയുവാണ്, ഓക്കെ നീ ഫോണിൽ കളിച്ചോ, കുറെ നേരം കളിച്ചോ എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ഉപദേശിച്ചിട്ട് നമ്മൾ ചെയ്യുവാന്ന് വിചാരിക്കാം. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ചെയ്യും, അത് കഴിഞ്ഞ് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് ബോറടിക്കും. അപ്പോൾ അങ്ങനെ ബോറടിക്കാൻ കാരണം എന്താണ്? കാരണം നമ്മൾ സ്വയം ചെയ്യുന്നത് എന്ത് കാര്യമായിക്കോട്ടെ, മറ്റുള്ള ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് എപ്പോഴും തന്നെ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അതൊരു ഹ്യൂമൻ നേച്ചറാണ്. അവിടെ പ്രശ്നം വരുന്നത് സ്വാതന്ത്ര്യമാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ചെയ്യാമെന്ന, ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യം ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മടിയും തോന്നില്ല. പക്ഷേ അവിടെയാണ് ഒരു സ്വാതന്ത്ര്യം എന്നൊരു പോയിന്റ് കൂടി അവിടെ വരുന്നത്, ഒരു ഫ്രീഡം എന്നൊരു പോയിന്റ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മടി തോന്നാൻ കാരണം ചിലപ്പോൾ നമുക്ക് പറ്റാത്ത കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവിന്റെ അപ്പുറത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിരിക്കും, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സബ്ജക്റ്റ് പഠിക്കാനാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഒരു മടി തോന്നും. അതൊന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മടി തോന്നും. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രയാസം എന്ന് പറയുന്നതാണ് നമുക്ക് മൂന്നാമത്തെ മടിക്കുള്ള കാരണമായിട്ട് പറയാം. കാരണം എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഈ മടി മാറ്റണം. കൂടുതൽ നേരം നമുക്ക് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുകയും വേണം. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് ലോക്ക്ഡൗൺ ടൈം എങ്ങനെ നോക്കാം? അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും എഫക്റ്റീവായിട്ടൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്, പോമോഡോറോ ടെക്നിക്. ഒരുപാട് പേര് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. പോമോഡോറോ ടെക്നിക് വളരെ യൂസ്ഫുൾ ആയിട്ട് പ്രാക്ടിക്കലി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് പോമോഡോറോ ടെക്നിക്. എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഈ പോമോഡോറോ എന്ന് പറഞ്ഞാൽ അതൊരു ആപ്പിൾ ആണ്, ഒരു ഇറ്റാലിയൻ ആപ്പിൾ ആണ് ശരിക്കും ഈ പോമോഡോറോ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ച ആള് ഒരു ടൈമർ യൂസ് ചെയ്തിരുന്നു. അതൊരു ആപ്പിളിന്റെ ഷേപ്പിലുള്ള ഒരു ടൈമർ ആയിരുന്നു, അതുകൊണ്ട് ആ പേര് വന്നേ ഉള്ളൂ. അപ്പോൾ ഈ പോമോഡോറോ ടെക്നിക് വെച്ചിട്ട് അറിയുവാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ചുമതല തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് ചൂസ് ദ ടാസ്ക് യു വാണ്ട് ടു അക്കംപ്ലിഷ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എന്താണോ ചെയ്യാൻ തീരുമാനിക്കുക അത് തിരഞ്ഞെടുക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്, സെറ്റ് ദ ടൈമർ ടു 25 മിനിറ്റ്സ്. ആദ്യം തന്നെ ഒരു 25 മിനിറ്റിലേക്ക് നമ്മളൊരു ടൈമർ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആദ്യം ഞാൻ ഈ കാര്യം ചെയ്യും, അതിനുശേഷമാണ് ഞാൻ അടുത്ത കാര്യം ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുക. ആ എന്താണോ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ച ശേഷം ഒരു ടൈമർ സെറ്റ് ചെയ്യുക 25 മിനിറ്റിലേക്ക്. ആ 25 മിനിറ്റ് ആ കാര്യം തന്നെ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട്. 25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് വരും ഓരോരുത്തരുടെയും കാര്യത്തിൽ. പിന്നെ വരുന്നത് എന്ന് പറയുന്നത്, ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തു, ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് 25 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും അരമണിക്കൂറായി, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതായത് ഇത് ഒരു
4 തവണ റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, നമുക്കൊരു 4 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 2 മണിക്കൂറാവും അല്ലേ. ടോട്ടൽ 2 മണിക്കൂർ നമ്മൾ യൂസ് ചെയ്തു. ഈ 4 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. ഓക്കെ, ദെൻ ഈ പിന്നെയും നമ്മൾ ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടുത്ത ടാസ്ക് ചെയ്യാനായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇത് എഫക്റ്റീവ് ആവുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം ചൂസ് ചെയ്യുവാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, അതായത് ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു കാര്യം നമുക്ക് അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചിന്തിക്കുക. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഗോൾ സെറ്റ് ചെയ്യുക, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ടൈമർ സെറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ടൈമർ സെറ്റ് ചെയ്യുക. അതിന് മുമ്പ് തന്നെ ഈ തീരുമാനിച്ച ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തീരുമാനിച്ചു, ഇന്ന ടോപ്പിക്ക് പഠിക്കാനാണോ അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്യാനാണോ, അത് തീരുമാനിച്ച ശേഷം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. അതായത് ശ്രദ്ധ വ്യതിചലിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തടയുക. ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക, എല്ലാം തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫോൺ മാറ്റി വെക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് മോഡിലിട്ട് വെക്കാം. കാരണം നമുക്ക് ഫോണിൽ തന്നെ ടൈമർ സെറ്റ് ചെയ്യാം. ഈ പോമോഡോറോയ്ക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോമോഡോറോ ടൈമറിന് സെറ്റ് ചെയ്ത് ഈസി ആയിട്ട് അത് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഏത് ടൈമർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആരംഭിക്കാനെല്ലാം തയ്യാറെടുക്കുക പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ബുക്സ് അതുപോലെ ഉള്ള കാര്യങ്ങൾ, ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ എല്ലാം ആക്കി വെക്കുക. ദെൻ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 25 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഈ 25 മിനിറ്റ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് ഡിഫറൻസ് വരുന്നു പറഞ്ഞു. ചിലർക്ക് അത്രയും കോൺസെൻട്രേഷൻ ടൈം കിട്ടില്ലായിരിക്കും. അപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം ചിലർക്ക് ഇതിലും കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. പല സമയങ്ങൾ സെറ്റ് ചെയ്ത് അവസാനം നമുക്ക് മനസ്സിലാകും നമ്മുടെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ 25 മിനിറ്റ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് കൊടുത്തു. ഈ 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് വേറെ കാര്യം നമ്മുടെ ശ്രദ്ധ പിന്നെയും പോകുന്ന രീതിയിലേക്കൊന്നും പോകരുത്. ഈ 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നടക്കാനോ ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ആ ഒരു ആക്ടിവിറ്റിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 4 പോമോഡോറോ സെഷന് ശേഷം, ആ ഒരു 30 മിനിറ്റ് ആണ് സെഷനായിട്ട് കൂട്ടിയത്. അങ്ങനെ 4 പോമോഡോറോ സെഷന് ശേഷം ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. അതിനുശേഷം അടുത്ത ടാസ്കുമായിട്ട് വരിക, അല്ലെങ്കിൽ ഈ ടാസ്ക് ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് എഫക്റ്റീവ് ആവുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് തന്നെ നമ്മൾ ഒരു റിലാക്സ്ഡ് മൂഡിലാണ്, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്നില്ല. അപ്പം നമുക്കറിയാം, പരീക്ഷയുടെ തലേദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ഒരു ജോബിന്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട തലേദിവസമാണെങ്കിൽ നമ്മൾ ഭയങ്കര അതിൽ ആ ഒരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യും അല്ലേ. അപ്പോൾ ആ സമയത്ത് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മൾ അഫക്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഒരു എമർജൻസി ഇല്ലാത്തത് കൊണ്ടാണ്, ഈ അത്യാവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ലേസിനെസ് ആവുന്നതും നമുക്ക് ലേസിനെസ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ പോമോഡോറോ ടെക്നിക്കിൽ നമ്മൾ ആ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്, നമ്മുടെ മൈൻഡിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ടൈമർ സെറ്റ് ചെയ്തു, അപ്പോൾ ഇത്രയും നേരത്തിനുള്ളിൽ നമുക്ക് തീർക്കണം അല്ലേ. പിന്നെ ആ കാര്യം ചെയ്യാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനുള്ളൊരു ഈഗർനെസ് നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ 2 ടെക്നിക്ക്, ഈ ഒരു പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്റ്റഡി കാര്യത്തിലാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. ഒരുപാട് നേരത്തേക്ക് കോൺസെൻട്രേഷൻ സാധിക്കും. അപ്പോൾ മെയിനായിട്ടും ഒരു ടാസ്ക് തുടങ്ങാനാണ് ഇത് ഏറ്റവും അത്യാവശ്യം. അത് കഴിഞ്ഞിട്ട് എത്ര നേരം നമുക്ക് ഈ സെഷൻസ് ഇംപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക.